ന്യൂസ് മലയാളത്തിൻ്റെ ഈ ഡിജിറ്റൽ മീഡിയയുടെ ഹെഡായിട്ടുള്ള വിപിൻ പാണപ്പുഴ എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അന്വേഷണത്തിൽ ഏതൊക്കെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ് പോയിട്ടുള്ളത് എന്ന് പറയുന്നു. അതുപോലെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാട്ടുന്ന ഇത് സതീശൻ പറഞ്ഞിട്ട് ചെയ്തതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇത് മറ്റെന്തൊക്കെ ഒരു ലാർജർ പ്രശ്നമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് തന്നെയാണ് സതീശൻ എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ട് ചെയ്തതല്ല, എനിക്ക് അനുകൂലമായിട്ടുള്ള കൂടി പോയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്? സതീശനുമായി ബന്ധപ്പെട്ട എല്ലാം കളഞ്ഞേക്കാൻ ഒരു ആൽഗരിതം ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിർദ്ദേശം ഉണ്ടാകും. അതിൽ അനുകൂലമായതും പ്രതികൂലമായി അടിച്ചു പോകുന്നു. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുടെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു, തെലങ്കാന മുഖ്യമന്ത്രിയുടെ സംഭവിച്ചു എന്ന് പറയുന്നു. അപ്പോൾ പല ഭാഷകളിലുള്ള മാധ്യമങ്ങൾക്ക് ഈ പ്രശ്നം നേരിടുന്നുണ്ട്. പ്രശ്നം ഇതൊന്നുമല്ല, പ്രശ്നം പാറ്റകളാണ്, യുവാക്കളാണ്. അവർ കൂടുതലായി എന്ത് ചെയ്യുന്നു? സർക്കാർ വിരുദ്ധമായ കണ്ടന്റുകൾ ഉത്പാദിപ്പിക്കുന്നു. ചാനൽ കാർഡുകളുടെ ലിസ്റ്റ് കൊടുത്തിരുന്നു, അതിൽ അഭിജിത്തിക്കയുടെ പേരിലുള്ള കാർഡും പോയിട്ടുണ്ട്. അതാണ് യഥാർത്ഥ ലക്ഷ്യം. അതാണ് ദീപ്തിയാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? അതിൻ്റെ കൊളാട്രൽ ഡാമേജാണ് സതീശനും അതുപോലെ ന്യൂസ് മലയാളത്തിനും കൈരളിക്കും ദേശാഭിമാനിക്കും സംഭവിക്കുന്നത്. ഇത് വി.ഡി. സതീശൻ എന്തെങ്കിലും തനിക്ക് ക്രിട്ടിക്കലായിട്ടുള്ള സാധനം മാറ്റാൻ അങ്ങനെ പറയില്ല എന്നല്ല പറയുന്നത്. മുഖ്യമന്ത്രി എന്നതിൽ സതീശൻ അങ്ങനെ അസർട്ടീവായിട്ട് പറയുന്ന ആൾ തന്നെയാണ്. ഇപ്പോൾ ഒരു ഫാൾസ് ഇൻഫർമേഷൻ ഒരു ചാനൽ കൊടുത്തു, അല്ലെങ്കിൽ അത് ചിലപ്പോൾ നീക്കാൻ പറഞ്ഞേക്കും. പക്ഷെ തന്നെ വിമർശിക്കുന്ന ഒരു കാര്യം നീക്കുക എന്നുള്ള അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോദിയെ പോലെ വി.ഡി. സതീശൻ അത് ചെയ്തിട്ടുണ്ട് എന്നതിന് തെളിവില്ല. ചെയ്യില്ല എന്നല്ല, നീക്കാൻ ആവശ്യപ്പെടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇത് സംഭവം കുറേ കൂടി ലാർജറായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് മോദി സർക്കാരുമായി ബന്ധപ്പെട്ടതാണ്. മോദി സർക്കാരിൻ്റെ അങ്കലാപ്പാണ് ഈ കാണുന്നത്. അത്രയധികം കണ്ടൻറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇൻസ്റ്റയിൽ, മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളുണ്ട്. മെറ്റയ്ക്ക് ഒരുമിച്ചാണ് നിർദ്ദേശം കൊടുക്കുക. നിങ്ങളുടെ എവിടെയൊക്കെ പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെയുണ്ടോ അങ്ങ് നീക്കിയേക്കാൻ പറയുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാം മാത്രം, ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഇപ്പോൾ ജന്തർ മന്തർ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് പോയി കഴിഞ്ഞു. അവിടെ കൂടുതൽ റീൽസ് ഉണ്ടായിക്കുന്ന ആളുടെ ഐഡിയ തന്നെ പോയി കളഞ്ഞു. ഒന്നുമില്ലാതെ അവിടെ ആ ജന്തർ മന്തർ പ്രൊട്ടസ്റ്റിൻ്റെ സമയത്ത് പൊളിറ്റിക്കൽ കണ്ടന്റ് അല്ല, ഈ ഡേറ്റിംഗ് കണ്ടന്റൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പയ്യന്മാരുണ്ട്. അതായത് പെൺപിള്ളേരെ വളയ്ക്കാൻ ശ്രമിക്കുക, ഫ്ലേർട്ട് ചെയ്യുക, അങ്ങനെ സമരവേദിയിൽ പോയി ഫ്ലേർട്ട് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ കണ്ടന്റ് ഭയങ്കര അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലും എടുത്തു കളഞ്ഞു, അതുപോലും സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ആ കണ്ണും മൂക്കും പൂട്ടിയിട്ട് ഈ കണ്ടന്റ് ഇല്ലാതാക്കാൻ ശ്രമമാണ് കേന്ദ്ര സർക്കാർ. അതിനൊരു കൊളാട്രൽ ഡാമേജാണ് ഇപ്പോൾ സതീശൻ അനുഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു സംശയം അതിനകത്ത് കൂടുതലുള്ളത്, ഇത് ശരിയാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നോക്കൂ, കേരളത്തിൽ ഈ കണ്ടന്റ് ചെയ്ത വേറെ മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, അവരുടെ ഒന്നും സാധനങ്ങൾ പോയിട്ടുമില്ല. അത് പ്രത്യക്ഷമായി വീഡിയോ സർക്കാരിനോട് വളരെ ശക്തമായി എതിർക്കുന്നു എന്ന് പലരും കരുതുന്ന ചില മാധ്യമങ്ങളുടെ സെലക്റ്റീവായിട്ടാണ് പോയിരിക്കുന്നത്. അവിടെയാണൊരു സംശയം. അല്ലെങ്കിൽ ഇത് ശരിയായേനെ. അപ്പോൾ എനിക്കിപ്പോഴും അതിനകത്തൊരു വ്യക്തത വരാനൊരു സംശയം. നമ്മുടെ പോകാത്ത നമ്മൾ UDF അനുകൂലിക്കുന്നതുകൊണ്ടാണ് എന്നായാലും കരുതുന്നതുകൊണ്ടോ ചിലപ്പോൾ ആയതുകൊണ്ടോ ആവാം. പക്ഷേ എനിക്കറിയില്ല എന്തുകൊണ്ട്. എന്നാൽ നമ്മളെന്താ പോകാത്തതെന്ന് ചോദ്യമുണ്ട്. ഒന്ന്. രണ്ട്, ഈ രത്തൻ കേൽക്കർ അങ്ങനെ അങ്ങ് നിഷ്കളങ്കനാക്കല്ലേ. അല്ല, വിചാരിക്കരുത്. ഈ രത്തൻ കേൽക്കർ ഇതിനു മുമ്പ് ഇതുപോലൊരു പണി ഒപ്പിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിരിക്കുമ്പോൾ നമ്മുടെ BJPയുടെ സീലടിച്ച കത്തുണ്ടല്ലോ, അത് വലിയ കോൺട്രവേഴ്സിയായ വാർത്ത വന്നപ്പോൾ അന്നും ഇത് സംബന്ധിച്ച എല്ലാ വാർത്തകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നീക്കം ചെയ്യപ്പെട്ടിരുന്നു. അത് കൃത്യമായി സഹയോഗ ആപ്പ് വഴി തന്നെ പോയതാണ്. അപ്പോൾ വഴി അറിയാവുന്ന ഒരാൾ അവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല, വ്യക്തമാകുന്നില്ല. എൻ്റെ ഒരു സംശയം ഇനി അങ്ങോട്ട് വ്യക്തമാകാനും പോകുന്നില്ല. കാരണം വിവരാവകാശ നിയമത്തിനൊക്കെ അപ്പുറത്തുള്ള ദുരൂഹമായ മെറ്റയും മറ്റതും മറിച്ചതൊക്കെയാണ് മറുവശത്ത് നിൽക്കുന്നത്. അതാണ് സംശയം.